ഞങ്ങളെ ഇവിടെ നിന്നും രക്ഷിക്കൂ എന്ന പുസ്തകത്തിൽ നിന്നും 11-ാം അധ്യായം. മെത്രാന്മാരും മാർപ്പാപ്പയും. മരിയ, താങ്കൾക്ക് ഏതെങ്കിലും മെത്രാന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? ഉവ്, പലരും വന്നിട്ടുണ്ട്. ഒരു ഇറ്റാലിയൻ മെത്രാനും ഒരു അമേരിക്കൻ മെത്രാനും വന്നു. അവരുടെ പേര് എനിക്കറിയില്ല. പിന്നെ ഒരാത്മാവ് എന്നോട് ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ജർമ്മൻ കർദിനാളും ഇറ്റാലിയൻ മെത്രാനും കൈകളിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് അവരുടെ രൂപതകളിൽ നിർത്തൽ ചെയ്യുന്നതുവരെ ശുദ്ധീകരണ സ്ഥലത്ത് കാത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അമേരിക്കയിൽ മുഴുവൻ കൈകളിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം നിർത്തി നാവിൽ സ്വീകരിക്കാൻ തുടങ്ങുന്നതുവരെ അമേരിക്കൻ മെത്രാനും ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ഇവരുടെ പേരുകൾ കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് പേരുകൾ ലഭിച്ചില്ല. ജർമ്മൻ കർദിനാളിനെപ്പറ്റി ഞാൻ ഫാദർ മാർട്ടിനോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം തന്റെ മരണക്കിടക്കയിൽ കൈകളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ പ്രേരണ നൽകിയത് വലിയ തെറ്റായിപ്പോയി എന്ന് സമ്മതിച്ചതായി എനിക്ക് മനസ്സിലായി. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വെളിയിൽ വരാറില്ല. അതുകൊണ്ട് നാശങ്ങളുണ്ടാകുന്നു. എല്ലാവരുടെയും ശുദ്ധീകരണം ലഘൂകരിക്കാൻ നമുക്ക് കഴിയും, എന്നാൽ രക്ഷിക്കാൻ സാധിക്കുകയില്ല. മെത്രാന്മാരെപ്പറ്റി ആത്മാക്കൾ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇക്കാലത്ത് അവരിൽ വളരെയധികം പേർ നവീകരണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ഞാൻ അവരെ ഉപദേശിക്കുന്നു. ആത്മാക്കൾ പറഞ്ഞതിന് പ്രകാരം അവരുടെ രീതികൾ മാറട്ടെ, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ വാസം വളരെ ദീർഘവും വേദനാകരവും ആഴമേറിയതുമായിരിക്കും. ഇംഗ്ലണ്ടിലെ സഭയെന്ന പോലെ സ്ത്രീകൾക്ക് വൈദിക പദവി നൽകാനുള്ള നീക്കം സഭയ്ക്കുള്ളിലെ സ്ത്രീ വിമോചകരെ തൃപ്തിപ്പെടുത്തുവാനായി ആരാധനാക്രമത്തിലെ ഭാഷ മാറ്റുവാനുള്ള ശ്രമമൊക്കെ അപകടകരമാണ്. ഇതെല്ലാം അവസാനിപ്പിച്ച് മെത്രാന്മാർ പരിശുദ്ധ പിതാവ് പറയുന്നത് കേൾക്കട്ടെ, അല്ലെങ്കിൽ അവർ വളരെ ഖേദിക്കേണ്ടതായി വരും. നിങ്ങൾക്കറിയാവുന്നതുപോലെ പരിശുദ്ധ പിതാവ് ഇക്കാര്യങ്ങൾ വേണ്ട എന്ന് പലവട്ടം ഉറപ്പിച്ചു പറയുകയുണ്ടായല്ലോ. മറ്റു പലതുമെന്ന പോലെ വൈദികരെ വിവാഹം കഴിക്കാൻ അനുവദിക്കണമെന്ന ചിന്താഗതിയും ചൂണ്ടിക്കാണിക്കുന്നത് അവർ വളരെ കുറച്ച് സമയമേ പ്രാർത്ഥിക്കുവാനും ദൈവസ്വരം കേൾക്കുവാനും ചിലവഴിക്കുന്നുള്ളൂ എന്നതാണ്. നല്ല ഉദ്ദേശത്തോടെ പ്രാർത്ഥിക്കുന്ന കുറെ സ്ത്രീകൾ അവർക്കും വൈദികരാകാൻ അനുവാദം വേണമെന്ന് പറയുന്നതിനെപ്പറ്റി താങ്കൾ എന്തു പറയുന്നു? ഒന്നാമതായി, പ്രകാശം ലഭിക്കാനായി അവർ പരിശുദ്ധാത്മാവിനോട് നല്ലവണ്ണം പ്രാർത്ഥിക്കട്ടെ. പിന്നെ അവർ നല്ലത് ആഗ്രഹിക്കുന്നു. ഗർഭം ധരിക്കാനും ഉദരത്തിൽ ശിശുവിനെ വഹിക്കാനും പ്രസവിക്കാനും പാലൂട്ടാനും ദൈവം നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ ദാനമായ കുട്ടികളെ പോറ്റി വളർത്താനും തയ്യാറാകുന്ന പുരുഷന്മാരോട് മറുപടി പറയട്ടെ. ഈ 2 ആഗ്രഹങ്ങളും ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നവയാണ്. ഇത് ദൈവത്തിന്റെ പദ്ധതിയല്ല. സ്ത്രീകൾ പുരോഹിതരാകണമെന്ന് ഈശോ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അന്ത്യ അത്താഴവേളയിൽ ഏറ്റവും പരിശുദ്ധയായ തന്റെ അമ്മ മറിയത്തെ പുരോഹിതയാക്കുമായിരുന്നു. പക്ഷേ അവിടുന്ന് അത് ചെയ്തില്ല. ഇപ്പോൾ താൻ ചെയ്യേണ്ടിയിരുന്ന പ്രകാരമാണ് അവിടുന്ന് എല്ലാം ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് നമ്മേക്കാളേറെ നമുക്ക് ഏറ്റവും നല്ലത് എന്തെന്നും വ്യക്തമായിട്ടറിയാം. അവിടുത്തെ ഹിതപ്രകാരമല്ലാത്തതെന്തും ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നു. ചിന്താക്കുഴപ്പം തീർച്ചയായും സാത്താന്റെ പ്രവൃത്തികളുടെ ഒരു ഉൽപ്പന്നമാണ്. ചില മെത്രാന്മാരും കർദിനാളന്മാരും കയ്യിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ നിർബന്ധിക്കുക വഴി നരകത്തിൽ പതിച്ച പാപ്പായെയും മറികടന്നുവെന്നാണോ? അതെ, കുറച്ചു പേർ അങ്ങനെ തന്നെയാണ്. ഇതുകൊണ്ട് മാത്രമാണ് ആത്മാവ് നഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയില്ല. മറ്റു പല കാര്യങ്ങളും ഇതോടു കൂടിച്ചേർന്ന് ഇങ്ങനെ സംഭവിക്കുവാൻ ഇടയാക്കി. അവരുടെ ആ പ്രവൃത്തി മാത്രമാണ് ആത്മാക്കൾ നാശത്തിൽ നിബന്ധിക്കുവാനിടയാക്കിയതെന്ന് എനിക്ക് പറയാനാവില്ല. വത്തിക്കാനിലുള്ള ഫ്രീ മേസൺസിനെ കുറിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ. പാപ്പായ്ക്ക് ചുറ്റുമുള്ള അനേകം കർദിനാളന്മാരിൽ എത്ര പേരുണ്ട് ഫ്രീ മേസൺസിൽ? കൃത്യമായ എണ്ണം എനിക്കറിയില്ല. നമ്മുടെ പാപ്പ രംഗത്തു വന്നപ്പോൾ അനേകം കർദിനാളന്മാർ ഇവരിൽപ്പെട്ടവരായിരുന്നു. പാപ്പ അനേകം പുതിയ കർദിനാളന്മാരെ നിയമിച്ചു. അവരൊന്നും ഫ്രീമേസൺസ് അല്ല. അതുകൊണ്ട് അവരുടെ എണ്ണം വളരെ കുറഞ്ഞു. എങ്കിലും കുറച്ചു പേർ അവിടെ പാപ്പായ്ക്ക് ചുറ്റുമുണ്ട്. ഇപ്പോഴത്തെ പാപ്പായെപ്പറ്റി, അതായത് ജോൺ പോൾ 2-നെപ്പറ്റി ആത്മാക്കൾ എന്തു പറഞ്ഞു?
വിശ്വാസികൾ പാപ്പായ്ക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കണം. അദ്ദേഹം എപ്പോഴും അപകടകരമായ അവസ്ഥയിലാണ്. ഇത് പറയുന്നതിനോടൊപ്പം അദ്ദേഹത്തെ സംരക്ഷിക്കാനായി അനേകം ശുദ്ധീകരണാത്മാക്കൾ ഒപ്പമുണ്ട് എന്നും ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. മാത്രമല്ല, പാപ്പാ സ്ഥാനത്തേക്ക് വിശുദ്ധമായി മാറ്റപ്പെടുന്ന അനന്തരാവകാശിയെ സംരക്ഷിക്കാനായി ചില നടപടികളും അദ്ദേഹം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. മരിയ, ഇപ്പോഴത്തെ പാപ്പായ്ക്ക് താങ്കളെയും താങ്കളുടെ അനുഭവങ്ങളെയും ദൗത്യത്തെയും കുറിച്ച് അറിയാമോ? ഉവ്, അറിയാം. താങ്കൾ വിനയത്തിനും അനുസരണത്തിനും നൽകുന്ന പ്രാധാന്യമനുസരിച്ച് വളരെ പ്രത്യേകമാം വിധം മെത്രാന്മാർക്കും ആത്മീയ നിയന്താക്കൾക്കും കീഴ്വഴങ്ങുന്നതോടൊപ്പം ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദൗത്യം തുടരുകയും പരിശുദ്ധ പിതാവ് പാപ്പ ജോൺ പോൾ രണ്ടാമന് തീർത്തും വിധേയപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കട്ടെ. അതെ, ഞാൻ വിധേയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരു വലിയ കാപട്ടിക്കാരിയല്ലേ? തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ അനുസരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിശുദ്ധി നേടാനുള്ള കഴിവ് മനസ്സിലാക്കി പരിശുദ്ധ അമ്മ അവിടുത്തെ തിരഞ്ഞെടുക്കുകയും ഉയർത്തുകയും ചെയ്തു. പരിശുദ്ധ അമ്മ നൽകിയ വലിയ കൃപകൾക്ക് ഉത്തരമായി അദ്ദേഹം പരസ്യ പ്രഖ്യാപനം നടത്തി. മറിയമേ, ഞാൻ പൂർണ്ണമായും നിന്റേതാണ്. അദ്ദേഹത്തോടെനിക്ക് വലിയ സ്നേഹവും ബഹുമാനവുമുണ്ട്. ഞാൻ എപ്പോഴും അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെയൊന്നുമല്ല അദ്ദേഹമെങ്കിലും ഞാൻ തികച്ചും അനുസരണയുള്ളവളായിരിക്കും. കാരണം ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം മാത്രമാണ് വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിന്റെ ഏക അവകാശി. ഏത് പാറയിലാണോ കർത്താവ് തന്റെ സഭ സ്ഥാപിച്ചത്, അതിന്റെ ഏക അവകാശി. അപ്പോൾ താങ്കൾക്ക് താങ്കളുടെ അനുഭവങ്ങൾക്ക്, ദൗത്യത്തിന് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമന്റെ അനുഗ്രഹമുണ്ട് അല്ലേ? അതെ, എന്റെ ദൗത്യം തുടരാനുള്ള അനുവാദം എനിക്കുണ്ട്. താങ്കളെ ഏതെങ്കിലും കർദിനാളന്മാർ സന്ദർശിച്ചിട്ടുണ്ടോ? മെത്രാന്മാരോ റോമിലെ അറിയപ്പെടുന്നവർ ആരെങ്കിലും? ഉവ്, 2 പേർ. ഒരു മെത്രാനും ഒരു മെത്രാപ്പോലിത്തയും കഴിഞ്ഞ വർഷങ്ങളിൽ എന്നെ സന്ദർശിച്ചു. 2 പേരും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നു, സഭയെ സ്നേഹിക്കുന്നു, മെജുഗോറ ദർശനങ്ങളെ പിന്തുണയ്ക്കുന്നു, പരിശുദ്ധ പിതാവിനോട് ഉറ്റ ബന്ധം പുലർത്തുന്നു. അവരെ അനാവശ്യമായ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായി ഞാൻ അവരുടെ പേരുകൾ പറയുന്നില്ല. ഇപ്പോൾ 2:30 ആയി. ഒരു ഇടവേളയായാലോ? വസന്തകാലത്തെ പുത്തൻ കാറ്റ് നമുക്ക് ഉണർവു നൽകും, അല്ലേ? ഞങ്ങൾ സംഭാഷണം നിർത്തി എഴുന്നേൽക്കുമ്പോൾ ഏതാണ്ട് 75 അടി അകലെ ഭവനത്തിന് താഴെയുള്ള തന്റെ പച്ചക്കറിത്തോട്ടം എന്നെ കാണിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മരിയ പറഞ്ഞു. വാതിൽ കടക്കുമ്പോൾ മരിയ പറഞ്ഞു, അവിടെ താഴ്വരയിൽ ഒരു അയൽക്കാരൻ എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. താങ്കൾക്കറിയുമോ, എന്റെ തോട്ടത്തിനു ചുറ്റുമുള്ള വേലി തകർക്കപ്പെട്ടിരിക്കുന്നു. അത് നന്നാക്കാൻ ഞാൻ അയാളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മരിയയുടെ വീട്ടിൽ നിന്ന് താഴേക്കുള്ള കുത്തനെയുള്ള ഇറക്കമിറങ്ങി ഇടതുവശത്തുള്ള ദേവാലയവും വലത്തുവശത്തുള്ള റെസ്റ്റോറന്റും കടക്കുമ്പോൾ അവർ കൂട്ടിച്ചേർത്തു. അയാൾ എന്നോട് പറയുകയാണ്, കഴിഞ്ഞ ശീതകാലത്തെ മഞ്ഞാണ് ആ വേലി തകർത്തത്. അയാൾക്ക് അതിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന്. ഞങ്ങൾ നടന്ന് ഏതാണ്ട് നിരപ്പായ ചുറ്റുവട്ടവും പഴയ ബലഹീനമായ കാലപ്പഴക്കമെത്തിയ വേലിയാൽ ചുറ്റപ്പെട്ട ഒരു കൊച്ചു തുണ്ടു ഭൂമിയിൽ എത്തിച്ചേർന്നു. കഴിഞ്ഞ വർഷത്തെ പഴയ കളകളും അവശിഷ്ടങ്ങളും എല്ലാം അടിച്ചുവാരിക്കൊണ്ട് മരിയയുടെ മറ്റൊരു അയൽക്കാരി അവിടെ നിന്നിരുന്നു. ഞങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് അല്പം നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ ശേഷം മരിയ പറഞ്ഞു, നോക്കൂ നിക്കി, ഇത് മഞ്ഞു വീണ് തകർന്നതുപോലെ തോന്നുന്നുണ്ടോ? മരിയ വേലിയുടെ ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചു. കുറ്റികളിൽ നിന്ന് 2-3 പലകകൾ തട്ടിക്കളയുകയോ പറിച്ചെടുക്കുകയോ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തിന്റെ നിറത്തിൽ നിന്നും കഴിഞ്ഞ ശീതകാലത്തിന്റെ ശല്യമൊന്നുമില്ലാതെ അടുത്ത കാലം വരെ വേലി ഭദ്രമായി നിന്നിരുന്നുവെന്ന് മനസ്സിലാക്കാം. അല്പം വളഞ്ഞ തിളങ്ങുന്ന ആണികളും അടുത്ത കാലത്ത് പുത്തനായി പുറത്തു വന്നതുപോലെയിരുന്നു. അത് മഞ്ഞു വീണ് നശിച്ചതല്ല എന്ന് എനിക്ക് സമ്മതിക്കാതെ വയ്യ. മരിയയുടെ പ്രസന്നയായ അയൽക്കാരിയോട് അല്പസമയം സംസാരിച്ച ശേഷം ഞങ്ങൾ വീണ്ടും കുന്നിൻ മുകളിലേക്ക് യാത്രയായി. അവർ വളരെ പതുക്കെയാണ് നടന്നിരുന്നത്. അടുത്ത കാലത്തുണ്ടായ നട്ടലിന്റെ എന്തോ പ്രശ്നം മൂലം അവർ വേദന അനുഭവിക്കുന്നുണ്ട് എന്ന് തോന്നി. മരിയയുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കയറുമ്പോൾ മരിയ മന്ത്രിച്ചു,
സാരമില്ല, വിഡ്ഢിയായ അയാൾക്കറിയില്ലല്ലോ അത് മഞ്ഞുകൊണ്ട് തകർന്നതല്ല എന്ന് ഒരു ശുദ്ധീകരാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്. ഞങ്ങൾ നടന്ന് സുഖകരമായ ഇളം ചൂടുള്ള മരിയയുടെ ചെറിയ മുറിയിലെത്തി.